ഇതുപോലെ ഇരിക്കുന്ന നിങ്ങളുടെ ലിപ്സ് ഇതുപോലെ മാറ്റിയെടുത്താലും നമ്മളിൽ ഒട്ടുമിക്ക പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലിപ്പിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ. അതിൽ ഗേൾസ് എന്നില്ല ബോയ്സ് എന്നില്ല, രണ്ടുപേർക്കും ഒരുപോലെ വരുന്ന ഇഷ്യൂ ആണ്. അതിൽ ഗേൾസ് വന്നിട്ട് ലിപ്സ്റ്റിക് വെച്ചിട്ട് താൽക്കാലികമായ സൊല്യൂഷൻ എന്ന രീതിയിൽ ആ ഒരു പിഗ്മെന്റേഷൻ മറക്കും. പക്ഷെ ഇത് നമുക്കുള്ള പ്രശ്നം ഇരട്ടിയാക്കുക എന്നുള്ളതല്ലാണ്ട് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. നമ്മളിൽ കുറെ പേര് പല ഹോം റെമഡിയും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് കുറെ ടൈപ്പ് ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവുന്ന കാരണം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആ കാരണം അറിഞ്ഞ് ആ ഒരു തെറ്റ് തിരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഹോം റെമഡി ട്രൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹോം റെമഡി ട്രൈ ചെയ്ത് അതിന്റെ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തെറ്റുകളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഹോം റെമഡി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് മാത്രം നിങ്ങളൊരു ഹോം റെമഡി ട്രൈ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. കുറച്ചു കാലം മുന്നേ എന്റെ ലിപ്സിന് ചുറ്റും, അതായത് ഈ രണ്ട് സൈഡിലായിട്ട് നല്ലപോലെ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ലിപ്പ് ഒട്ടും കെയർ ഉണ്ടായിരുന്നില്ല, ലിപ് ബാം അപ്ലൈ ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഒട്ടും കെയർ ചെയ്യാണ്ട് നല്ലപോലെ കെയർലെസ് ആയിരുന്നത് കൊണ്ടാണ് എൻ്റെ ലിപ്സിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ടാകാൻ കാരണം. പിന്നെ ഞാൻ ലിപ്പ് നല്ലപോലെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലിപ്പിലെ പിഗ്മെന്റേഷൻ ഗ്രാജുവലി റെഡ്യൂസ് ആവാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഞാൻ ഹോം റെമഡി ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്കും ലിപ്പിലെ പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ ഓരോരോ കാരണങ്ങളായിരിക്കും. മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ വന്നിട്ട് സ്മോക്കിംഗ് ആണ്. ഓവറായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ടൈമിൽ ലിപ്പിൽ ആ ഒരു സ്റ്റെയിൻ ഉണ്ടായിട്ട് ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സ്മോക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല, വേറെയും പല റീസൺ ഉണ്ടാവും. അതിലൊന്ന് വന്നിട്ടാണ് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. നമ്മൾ ഒട്ടും വെള്ളമൊന്നും കുടിക്കാണ്ട് നല്ലപോലെ ഡീഹൈഡ്രേറ്റ് ആയിരുന്നാലും നമ്മൾ ലിപ്സിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. പിന്നെ ഓവറായിട്ട് കഫൈൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ, അതായത് എനിക്ക് തന്നെ പേഴ്സണൽ അറിയുന്ന കുറെ പേരുണ്ട്, ഒരു ദിവസത്തിൽ 4-5 തവണ ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കുന്നവർ. അങ്ങനെ നമ്മൾ ഓവറായിട്ട് കഫൈൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചില കേസിൽ എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടാകും. പിന്നെ നമ്മൾ ഓവറായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് ലിപ്പിൽ പ്രോപ്പറായിട്ട് SPF പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ബോഡിയിലും അതേപോലെ തന്നെ ഫേസിലൊക്കെ SPF പ്രൊട്ടക്ഷൻ ഉള്ള ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ ലിപ്പിന്റെ കേസിൽ വരുമ്പോൾ ലിപ്പിന് SPF പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം ഒന്ന് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിപ്പിൽ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള റീസൺസ്. കുറച്ച് റീസൺസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഹോം റെമഡി കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് പോവുക. അല്ലാണ്ട് ഹോം റെമഡി മാത്രം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഈ ഒരു തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ റീസൺ മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അധികം ലാഗ് ആക്കാണ്ട് നമ്മുടെ ഹോം റെമഡിയിലേക്ക് പോയാലും. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ലിപ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര കുറച്ച് നമ്മൾ ലിപ്പിന് എത്രയാണോ വേണ്ടുന്നത് ആ ഒരു അളവിൽ കുറച്ചെടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തേനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേന് നാടൻ തേന് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അധികം ലൂസ് കൺസിസ്റ്റൻസി ആവേണ്ട, ഇതേപോലെ നല്ലൊരു തിക്കായിട്ടൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ മിക്സ് ചെയ്ത് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ലിപ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. ഈ തേനും ശർക്കരയും ചേർന്നിട്ടുള്ള ലിപ് സ്ക്രബ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജെന്റിൽ DIY റെമഡിയാണ്. മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ലിപ്സിൻ്റെ കേസിൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബാണ്. ശർക്കരയിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യൂലേ, ആ ഒരു ഇത് നമ്മളെ ലിപ്പിൽ ഉണ്ടാവുന്ന ഡ്രൈ ഫ്ലാറ്റി സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ലിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് സപ്പിളാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് വന്നിട്ട് എല്ലാവർക്കും അറിയാം. നാച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നമ്മളെ ലിപ്സ് നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കി വെക്കാനും ഫർദറായിട്ട് ഉണ്ടാകുന്ന ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ജെന്റിലായിട്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ലിപ്സിൽ സ്ക്രബ് ചെയ്യുക. ഭയങ്കര ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. എന്നിട്ടൊരു 5 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ അങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് ലിപ് മാസ്ക് ഉണ്ടാക്കണം. ലിപ് മാസ്കിനായിട്ട് ഞാനിവിടെ നാടൻ മഞ്ഞൾ പൊടിച്ചെടുത്തതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഉലുവാപ്പൊടിയും പിന്നെ റോസ് വാട്ടറും ഇത് മൂന്നും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കണം. ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി പാടില്ല, എന്നാൽ ഭയങ്കര എന്താ പറയുക ഒട്ടും മിക്സ് ആവാത്ത രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി പാടില്ല. ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. മഞ്ഞൾ നമ്മൾ ചുണ്ടിലുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ക്രാക്ഡ് ആയിട്ടുള്ള ലിപ്സിനെ ഹീൽ ചെയ്യാനും ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ലിപ്സിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടർ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കും.
കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനും ഇറിറ്റേഷൻ, ബേണിംഗ് സെൻസേഷൻ, ഡ്രൈനെസ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ ഓൾ ഓവർ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഉലുവപ്പൊടി ഡാർക്ക് ആയിട്ടുള്ള ലിപ്സിനെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ലിപ്സിൻ്റെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലിപ് സ്ക്രബ് നമുക്ക് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിപ് മാസ്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാസ്ക് ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങളുടെ ചുണ്ടിൽ അങ്ങനെ അങ്ങ് വെച്ചേക്കുക. അതിനുശേഷം ചെറിയ ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ലിപ്സൊക്കെ വാഷ് ചെയ്തെത്തിയിട്ടുണ്ട്. ഈ ഒരു 2 സ്റ്റെപ്പിന് ശേഷം നമ്മുടെ ലിപ്സ് നല്ലപോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് DIY ലിപ്സിൽ ട്രൈ ചെയ്താലും മറക്കാണ്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ലപോലെ നമ്മൾ ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം. അതുകൊണ്ട് നല്ലൊരു ലിപ് ബാം എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ആൻഡ് സപ്ലൈ ആയിട്ടുള്ള ലിപ്സ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.